നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നിങ്ങൾ കാണുന്ന ഒരു അതിഥിയല്ല ഞങ്ങൾ ഇന്ന് JB ജംഗ്ഷനിൽ കൊണ്ടുവരുന്നത്. മഹേഷിന്റെ പ്രതികാരം, അതിൻ്റെ മറ്റൊരു ഭാവതലം. സ്വന്തം ശാരീരിക വൈകല്യങ്ങളോട് പടവെട്ടി മനസ്ഥൈര്യം കൊണ്ട് നേട്ടങ്ങൾ കൊയ്ത, ജീവിതത്തെ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിയാണ് ഞങ്ങൾ JB ജംഗ്ഷനിൽ അതിഥിയായി കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, മഹേഷ്. മഹേഷിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മഹേഷ്, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സന്തോഷം സാർ. സാധാരണ ഇതുപോലൊരു സോഫയിലാണ് എൻ്റെ അതിഥി ഇരിക്കാറ്. ഇന്ന് താങ്കൾ അല്പം ഉയരത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. താങ്കൾ നിലത്ത് ഇരിക്കേണ്ട ഒരാൾ താങ്കളുടെ മനസ്സിൻ്റെ ആ നിശ്ചയദാർഢ്യം കൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഉയരത്തിലിരിക്കുന്നത്. ഇതൊരു ഫിഗറേറ്റീവായിട്ട് മാത്രം പറയുന്നതല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ ഉയരത്തിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാർ, എനിക്ക് പറയാനൊരു കാര്യം, കുറേ മഹാരഥന്മാരിരുന്ന ഒരു വേദി. ഈ വേദിയിൽ അതേപോലെ ആ മഹാരഥന്മാരെ വെള്ളം കൊടുപ്പിക്കുന്ന ചോദ്യങ്ങളുമായി വരുന്ന അങ്ങയുടെ മുന്നിൽ എനിക്ക് എത്താൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ മഹേഷിന് വെള്ളം നല്ല ജ്യൂസ് തരാൻ വേണ്ടി. താങ്ക് യു സാർ. മഹേഷിനെ കുറിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചു, പല ആൾക്കാരും മഹേഷിനെ കുറിച്ച് പറഞ്ഞു. എന്തിനേറെ എൻ്റെ ഒരു സുഹൃത്ത് ബഹ്റയിൽ നിന്ന് ഒരു കലാകാരി കൂടിയാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സർ നിങ്ങൾ മഹേഷിനെ JB ജംഗ്ഷനിൽ കൊണ്ടുവരണം. നിങ്ങളുടെ സാധാരണ സ്ഥിരം ചേരുവകളുമായി ബന്ധപ്പെടുന്നൊരു വ്യക്തി അല്ലെങ്കിൽ കൂടി അത് സമൂഹത്തിനൊരു മാതൃക അല്ലെങ്കിൽ ഒരു പാഠമെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ JB ജംഗ്ഷനിൽ ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ കൊടുത്ത വാക്ക് ഇപ്പോൾ പാലിക്കുകയാണ്. മഹേഷ്, അത് മാത്രമല്ല ഞങ്ങൾക്ക് തന്നെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള റോൾ മോഡൽസിനെയാണ് നമുക്ക് JB ജംഗ്ഷനിൽ വേണ്ടത്. തീർച്ചയായും സാർ, ഞാനത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരുകളെ പ്രമോട്ട് ചെയ്യാൻ ഇങ്ങനൊരു വേദി വളരെ 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 നല്ലതാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡിസീസിൻ്റെ പേര് തന്നെ സ്പൈനോ മസ്കുലർ അട്രോഫി എന്നാണ് ശരിക്കും പറയാൻ വെച്ചാൽ. ഈ ഡിസീസുള്ള അനവധി പേരുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈയും കാലും തളരും. ശരിക്കും ഞാൻ 80% ഹാൻഡിക്യാപ്ഡ് ആണ്. 80% താങ്കൾ ഹാൻഡിക്യാപ്ഡ്? അതെ അതെ, തീർച്ചയായിട്ടും. ഈ വീൽ ചെയറിൽ താങ്കൾ അരയ്ക്ക് താഴോട്ട് പൂർണ്ണമായും തളർന്നിരിക്കുകയാണ്. അതെ തീർച്ചയായിട്ടും. പിന്നെ താങ്കളുടെ കൈകളുടെയും ചലനശേഷി കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ? ഇല്ല, അതൊരു സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു, ഒരു 27 വയസ്സ് വരെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഞാൻ നിങ്ങളെ കുറിച്ച് വായിച്ചപ്പോൾ നിങ്ങൾ നമ്മളെ പോലെയൊക്കെ ചെറുപ്പകാലത്ത് ബാല്യത്തില് പാറി പറന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഓടി നടന്ന ഒരാളാണ്. 16 വയസ്സ് വരെ. എവിടെയായിരുന്നു അതിന്റെ ഒരു മാറ്റം കണ്ടത്? മാറ്റം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. 12, 13 ടീനേജിന്റെ ആ തീഷ്ണത ആ സമയത്താണ്. ഏറ്റവും കൂടുതൽ പറക്കേണ്ട ഒരു സമയത്താണ് താങ്കൾ ഇങ്ങനെ ചുരുങ്ങിയത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നോക്ക്, നിങ്ങളുടെ പഴയ പടങ്ങളാണ്. ഇതിൽ മഹേഷിനെ കണ്ടുപിടിക്കാൻ അല്പം വിഷമിക്കുന്നുണ്ട്. ഇല്ല ഇല്ല, ആറ്റത്തുനിന്ന് 3ാമത്തെ ആളാണ്. ഇവിടുന്ന് 3ാമത്തെ? അതെ അതെ അതെ, അതാണ് ഞാൻ. എത്രാമത്തെ വയസ്സിലുള്ളതാണ് ഇത്? ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. 10ാം ക്ലാസ്. അന്ന് ഒരു രോഗത്തിന്റെ ആരംഭം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ. ഇന്ന് തുടക്കമായിരുന്നു. അറ്റത്തുള്ള കൃഷ്ണകുമാർ, മറ്റേ ജസ്റ്റിൻ, ഞാൻ, പിന്നെ രമേശ്. ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. താങ്കൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങിയത്? അതെ അതെ. ഒരു വേദനയായിരുന്നു? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നമുക്ക് ഓടാൻ പറ്റാണ്ടാവുക, നല്ല സ്പീഡിൽ ഓടിക്കഴിയുമ്പോൾ നമ്മൾ വീഴും, കാലിന്റെ ഉപ്പിറ്റി പൊന്തി വരിക എന്നുള്ളതാണ് തുടക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ വരയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ, അതായത് ഡ്രോയിങ് ആയിരുന്നു എൻ്റെ പാഷൻ. അതായിരുന്നു അന്ന് പണ്ടേ തന്നെ വരയായിരുന്നു. താങ്കൾ വളരെ ചെറിയ വയസ്സിൽ തന്നെ വരച്ചു തുടങ്ങിയിരുന്നു. എന്റെയൊക്കെ പോർട്രേറ്റ് വേണമെങ്കിൽ വരയ്ക്കുക പെട്ടെന്ന്? തീർച്ചയായിട്ടും ഞാൻ വരച്ച് കൊണ്ടുവന്നുണ്ട് സാർ. ആണോ? സാറിന് വേണ്ടി ഞാൻ അങ്ങയുടെ പടം തന്നെ വരച്ചു. വളരെയധികം നന്ദി മഹേഷ്, സന്തോഷമുണ്ട്. വളരെ നന്നായിരിക്കണം. പക്ഷെ അത് കൈകൊണ്ടല്ല എന്ന് മാത്രം. ഞാൻ കമ്പ്യൂട്ടറിലാണ് വരച്ചത്. കമ്പ്യൂട്ടറിൽ ഇന്ന് അതിനുള്ള കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ കോറൽ പെയിന്റർ എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉണ്ട്. നമ്മളെ പോസ്റ്റർ ഡിസൈനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളാണ്.
അപ്പോൾ അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. മഹേഷിന്റെ തുടക്കത്തിൽ രോഗത്തിന്റെ ആരംഭഘട്ടം എനിക്കൊന്ന് മഹേഷിനേക്കാൾ കൂടുതൽ വേദനിച്ചിട്ടുണ്ടാവുക മഹേഷിന്റെ അച്ഛനും അമ്മയും ആയിരിക്കാം. തീർച്ചയായിട്ടും അല്ലേ? പക്ഷെ മഹേഷിന് അതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു മകന്റെ വേദനയെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അച്ഛനും അമ്മയ്ക്കായിരിക്കും. ഞാൻ ഒരാളെ കൊണ്ടുവരാം, നോക്കട്ടെ എന്താ പറയുന്നത്. ചെറുപ്പത്തിലെ കളിക്കാനും പഠിക്കാനും എല്ലാം വളരെ സമർത്ഥനായിരുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് പിന്നെ ഈ നീന്താനും വെള്ളത്തിൽ നീന്തി പോയിരുന്നു. പിന്നീടാണ് ഈ ഒരു 10-15 വയസ്സായി പഠിക്കാണ് 10ൽ പഠിക്കുന്ന സമയത്താണ് ഈ സൂക്കേട് വന്നത്. അവിടുന്ന് ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, തിരുവനന്തപുരത്ത്, ചിത്രയിൽ വരെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു തന്നെ ചികിത്സ ഒന്നുമില്ല, അതുകൊണ്ട് എക്സസൈസ് മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുപോകുന്നു. അപ്പോൾ വളരെ വിഷമങ്ങൾ തോന്നി. അപ്പോൾ അതൊക്കെ മറികടന്ന് ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷം, അഭിമാനവും ഉണ്ട്. മഹേഷിന്റെ അച്ഛനാണ്. വളരെ സാധാരണ കുടുംബം, വേണമെങ്കിൽ നിർധന കുടുംബം എന്ന് പറയാവുന്ന, അധ്വാനിച്ച് ജീവിതം പുലർത്തേണ്ട ഒരു ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു പിതാവ്. ശ്രീചിത്ര എത്തിയപ്പോഴാണോ ഇത് പറഞ്ഞത് രോഗം ഇതാണ്? അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഇവിടുന്ന് നമ്മൾ അന്ന് പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അന്ന് കാലിൻ്റെ ഉപ്പറ്റി പൊന്തി വരുന്ന ഒരു ഓപ്പറേഷനോടുകൂടി മാറും എന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെയായത് എനിക്ക് എൻ്റെ പ്രതീക്ഷ അതായിരുന്നു. ഒരു ഓപ്പറേഷൻ, നമ്മൾ അവിടെ പോകണു, ഒരു ഓപ്പറേഷൻ കഴിയണു, തിരിച്ച് വരണു. എനിക്ക് ഫൈനാൻസിൽ പോയി പഠിക്കാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ എൻ്റെ ഒരു അമ്മായിയുടെ മകനുണ്ട് ഒരാൾ, അംബുജാക്ഷൻ എന്ന് പറഞ്ഞിട്ട്, അംബുജാക്ഷൻ മേനോൻ. അദ്ദേഹം അവിടെ ഇരിഞ്ഞാലക്കുട വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലുണ്ട്. അദ്ദേഹം കൊച്ചുകോയിന്നായിരുന്നു പറയും. അദ്ദേഹം അമ്മാവനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഒരു അന്നത്തെ കാലത്ത് ഒരു മാർഗനിർദ്ദേശം പറഞ്ഞ് നമുക്ക് തരാനൊക്കെ ഉള്ള ആള്. കുറെ ഫിലിം മാഗസീൻസ് ഒക്കെ വായിക്കും. ആൾക്ക് കലയോട് നല്ലൊരു താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് തന്നെ നമ്മൾ കുറേശ്ശെ വരയ്ക്കാൻ തുടങ്ങി. അന്ന് ജോൺ അബ്രഹാം സാർ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒരു രേഖാചിത്രം വരച്ചാണ് ഞാൻ തുടങ്ങിയത്. ഉന്മ എന്ന് പറഞ്ഞൊരു വാരിക ഉണ്ടായിരുന്നു, എന്റെ ഒരു ഓർമ്മയിൽ ശരിയാണ്. അതെ, വരച്ച ചിത്രങ്ങളാണ്. അതെ, ഇത് കമ്പ്യൂട്ടറിലാണ് വരയ്ക്കുന്നത്. അതെ, കമ്പ്യൂട്ടറിലാണ് വരച്ചത്. ഇത് ഈ കുട്ടി ചിഞ്ചു എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. താങ്കളുടെ ഒരു ഇൻസ്പിറേഷൻ ആണ്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് താങ്കൾ ഏറ്റവും കൂടുതൽ വലിയൊരു മാറ്റം നമുക്ക്. എല്ലാം വായിക്കുന്ന കടൽ എല്ലാം വായിക്കുന്നത്. എന്റെ ഒരു എന്താ പറയാ, നമുക്ക് അദ്ദേഹത്തെ ഒരു ഗുരുനാഥന്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടേക്കണേ. അദ്ദേഹത്തിനെ പിന്നീട് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വന്നിരുന്നു. അദ്ദേഹത്തിന് ഇതേപോലെ ഞാൻ ചിത്രം വരച്ച് ഞാൻ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീചിത്ര എത്തുന്നു, താങ്കളോട് രോഗം പറയുന്നു. എത്ര ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞു. അതിന്റെ ഗൗരവം താങ്കൾക്ക് ബോധ്യപ്പെട്ടിരുന്നോ ഈ രോഗം പറഞ്ഞു? ഇല്ല, അന്ന് ഞാൻ അവിടെ കാണുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു MDക്ക് പഠിക്കുന്ന ഒരു കുട്ടി, അന്ന് എന്റെ ചേച്ചിയായിട്ട് വരാവുന്ന പ്രായം, അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും ചിലപ്പോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും, വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു തവണയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മഹേഷിന്റെ രോഗം ഒരു ജൂൺ മാസത്തിലാണ് ഞാൻ അവിടെ എത്തണത്. നല്ല മഴയുള്ളൊരു ദിവസം. അപ്പൊ ഒരു നല്ല മഴയുള്ള ദിവസം വന്ന് വൈകുന്നേരമാണ്. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരുകളൊന്നും അതിന്റെ ഉള്ളിൽ കേട്ടില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സമയത്ത് തന്നെയാണ് എന്റെ തൊട്ടപ്പുറത്തെ മുറിയിലായിരുന്നു അന്നത്തെ കാലത്ത് ഭരത് ഗോപി എന്ന് പറഞ്ഞ സാറ്. അദ്ദേഹത്തിന് ആ ഒരു പക്ഷാഘാതം വന്നിട്ടുള്ള ഇതുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടമാണ് എൻ്റെ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാനിരിക്കുമ്പോ ഇവര് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മഹേഷിന്റെ രോഗം എന്താ വെച്ചാൽ സ്പൈനോ മസ്കുലർ അട്രോഫി എന്നുള്ള രോഗം എന്നാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ആ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ കാലുകൾ തളരും, പിന്നെ കൈകൾ തളരും, പിന്നെ നാക്കൊക്കെ കുഴയും. ചിലപ്പോ ഒരു പക്ഷേ മേബി ഒരു 30 വയസ്സിന് മേലേക്കുള്ള ഒരു ജീവിതം അങ്ങനെ ഉണ്ടാവില്ല. ഇതിന് പല സിംറ്റങ്ങളാണുള്ളത്. അഡൾട്ടേഷൻ സമയത്ത് ഉണ്ടാവും, ചിലപ്പോൾ അത് ബോണിനായിട്ടുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ വളരെ ലാഘവത്തോടു കൂടിയാണ് കേൾക്കണത്. അത് ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. അവരിതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ സമീപം ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നിർധന കുടുംബം തന്നെയാണ്. ഇവര് ഈ ആയുർവേദം ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗം മാറ്റാം എന്ന് പറഞ്ഞ് ചികിത്സിക്കും. കുറെ കഷായങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അറിയാൻ പറ്റുക, ഇല്ല അതിനൊരു പ്രതിവിധി ഇല്ല എന്നുള്ളത് മനസ്സിലാവുക. ഇതിനൊരു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിയാണ് ഇതിന് ഏറ്റവും ആയിട്ടുള്ളൊരു കാര്യം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട്. അത് മഹേഷ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ
ഇതൊക്കെ കൂടി കേട്ട് അപ്പൊ അവര് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഞാൻ ഇപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഇനി കൂടുതൽ കടം മേടിച്ച് അച്ഛനൊക്കെ കൂടി ചികിത്സ എന്നും പറഞ്ഞ രീതിയിൽ പോയി മറ്റു പല ചികിത്സകളും ചെയ്ത് അതെ അതെ ഉള്ള പൈസയും കൂടി കളയണ്ട എന്നുള്ള രീതിയിലായിരിക്കാം അവരെന്നോട് പറഞ്ഞത്. ഞാനത് അച്ഛനോടൊന്നും പറഞ്ഞില്ല അന്നത്തെ കാലത്ത്. ഞാനത് കേട്ടു. അത് ആ ഗൗരവത്തിലല്ല, ഞാൻ ചിരിച്ചുകൊണ്ടാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് സാർ. എന്റെ ഒരു ശരിയാണ്. അതെ 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 അതെ. കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തും ഞാൻ ഇന്നേ വരെ വടിയെടുത്തിട്ടില്ല. വളരെ ആയുധം ചിരിയാണ്. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കാറ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ചിരിച്ചുകൊണ്ടാണ് ഞാൻ കേട്ടത്. അപ്പൊ എന്താണ് അതിന്റെ ഗൗരവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ദെൻ അതൊക്കെ കഴിഞ്ഞു. രാത്രി മഴയത്താണ് ഞാൻ അതിനെ പറ്റി ഇങ്ങനെ ഓർക്കണത്. അന്ന് റിവൈൻഡ് ചെയ്തു. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ആ മഴയത്ത് ഞാൻ കുറേ കരഞ്ഞു. ശരിക്കും അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറേ കരഞ്ഞു. കുറേ പ്രതീക്ഷകളെല്ലാം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മള് പിന്നെയും ഞാൻ പിറ്റേ ദിവസം ചിരിച്ച മുഖമായിട്ടാണ് ഞാൻ അവിടെയുള്ള ആൾക്കാരുകളെ ഞാൻ ശരിക്കും വന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും വിഷമം ഉണ്ടായിരുന്നു, ഒരു വേദന ഉണ്ടായിരുന്നു. പിന്നീട് എന്താ പറയാ, പിന്നീട് പിന്നെ കുറേശ്ശെ പൂർണ്ണമായിട്ടും. അപ്പൊ അവിടെയാണ് നമ്മളൊരു അന്ധകാരത്തിന്റെ അതായത് അന്നത്തെ കാലത്ത് ഒരു കുടില് പോലെയായിരുന്നു ഞങ്ങളുടെ വീട്. ഞാൻ, എൻ്റെ പെങ്ങള്, അച്ഛനമ്മ, ഞങ്ങള് 4 പേര് ആണ്. അതിൽ അമ്മൂമ്മ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇതിന്റെ ഉള്ളിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഒരു ഓലമേഞ്ഞ കുടിൽ. അപ്പൊ ഓലമേഞ്ഞ കുടിലിന്റെ ഉള്ളിലേക്ക് താങ്കൾ അങ്ങ് അകപ്പെട്ടു പോയി. പുറത്തേക്കുള്ള വരവില്ല. ഇല്ല. അതിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പൊ അന്ന് മുട്ടുകുത്തി നടക്കാൻ പറ്റും. പള്ളിയിലൊക്കെ മുട്ടുകുത്തി നിൽക്കുമല്ലോ പ്രാർത്ഥിക്കാനായിട്ട്. അതേപോലെ നമുക്ക് നടക്കാൻ പറ്റും. എനിക്ക് ഹൈറ്റ് കൂടുതലുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ക്രച്ചസ് കുത്തി നടന്നു. ക്രച്ചസ് കുത്തി നടന്നപ്പോ നമുക്ക് കൈ വീക്കാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ 6 അടി ഹൈറ്റ് ഉണ്ട്. 6 അടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഴുമ്പോ നമുക്ക് കൈ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മുഖം അടിച്ചൊക്കെ വീഴും. അപ്പൊ അന്ന് സിസ്റ്ററാണ്, നമ്മളെ പെങ്ങളാണ് അന്ന് കൂടെ നമുക്ക് ഒരു സഹായമായിട്ടുണ്ടായിരുന്നത്. അപ്പോ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വീടിന്റെ സ്റ്റേജ് വന്നപ്പോ ഞാൻ തന്നെ പതുക്കെ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. അപ്പൊ വീടിന്റെ ഉള്ളിലൊക്കെ നമുക്ക് അങ്ങനെ നടക്കാം. ആ സെറ്റപ്പിലേക്ക് ഞാൻ വന്നു. അപ്പൊ അങ്ങനെ വന്ന് കുറച്ചു നാൾ കഴിഞ്ഞു പിന്നെ കാലിന്റെ മുട്ട് വളഞ്ഞു. പിന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയായി. മുട്ടുകുത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ അല്ല, മുട്ടുകുത്തി നടക്കാം, എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ പിന്നെ അങ്ങനെയായി ആ സ്റ്റേജിലേക്ക് വന്നു. ഞാൻ ആ സ്റ്റേജിലേക്ക് വരണം 2 വർഷം കൊണ്ട് സംഭവിക്കുകയാണ്. അതെ, 2-3 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ വന്നിരുന്ന് പിന്നെ നമുക്ക് വേറെ ഗതിയൊന്നുമില്ല. നമ്മള് വെറുതെ ഇങ്ങനെ അതിലിരുന്ന് മഴ കാണുക, വെയില് കാണുക, കുട്ടികളുടെ അതൊക്കെ കാണുക എന്നുള്ളൊരു ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല അന്ന സമയത്ത്. അപ്പോഴാണ് നമുക്കൊരു ആശയം തോന്നുന്നത് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ജീവിതം അവസാനിക്കേണ്ട ഒരു ഘട്ടമായി. തീർച്ചയായിട്ടും ഞാൻ മരണം കാത്തിരിക്കുകയാണ് സാർ. അന്ന് ഞാൻ എൻ്റെ ആ മരണത്തെ ഒരു 30 വയസ്സ് എന്നുള്ളത് അത് എയർലി ആവാം ചിലപ്പോ എന്നുള്ളൊരു തീരുമാനത്തോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണ്. മുഴുവൻ ബ്ലാക്ക് ആണ്. പല പ്രതിസന്ധികളിലും മഹേഷ് ഏട്ടനായിരുന്നു എനിക്ക് പ്രചോദനം നൽകിയത്. മഹേഷ് ഏട്ടൻ ആരായിരുന്നു മഹേഷ് ഏട്ടന്റെ ജീവിതത്തിൽ പ്രചോദനം നൽകിയത്? താങ്കളുടെ സുഹൃത്താണ്, എന്റെ മാനേജർ പോലെയാണ് ഇപ്പോ. അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോ സൈറ്റിലൊക്കെ പോകുമ്പോ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുക. അപ്പൊ മഹേഷിനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, എങ്കിൽ പോലും ഈ ചുറ്റും അന്ധകാരം, ഈ പറഞ്ഞ ഓലമേഞ്ഞ ഒരു കുടിലിന്റെ ഉള്ളിലേക്ക് തറയ്ക്കപ്പെടുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, മുട്ടിലെഴയുന്നു, എല്ലാം ശൂന്യത മാത്രം. അവിടെ ജീവിതം വഴിമുട്ടിയെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും വലിയൊരു ഭാരമായി. ഭാരമെന്ന് പറയാൻ പറ്റില്ല സാർ. കാരണം അവർക്ക് വിഷമമുണ്ട് ഉള്ളിൽ, പക്ഷെ എന്നാലും അത് പുറത്ത് കാണിച്ചിട്ടുണ്ട്. അവരാ വിഷമം മുഖത്ത് കാണിച്ചിട്ടില്ല. അവര് തമ്മിൽ സംസാരം ഉണ്ടാവൂലേ, മകനെ ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പല അന്ധവിശ്വാസങ്ങളും വരൂലേ? അന്ധവിശ്വാസങ്ങൾ അങ്ങനത്തെ ഒരു ഫാമിലി അല്ല സാർ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി കർഷകനാണ്. നല്ലവണ്ണം വായിക്കും, ഇപ്പോഴും പുസ്തകങ്ങൾ വായിക്കും, നല്ലവണ്ണം പുസ്തകങ്ങൾ വായിക്കും. ഒരു എന്താ പറയാ, എപ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം. അപ്പൊ ആരെയും പഠിക്കാൻ പോയില്ല, ഒരാളെയും ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് കമ്മ്യൂണിസത്തിന്റെ വരവ്, അതേപോലെ തന്നെ ഫ്യൂഡലിസത്തിന്റെ തകർച്ച,
അതൊക്കെ തന്നെ നമ്മൾ അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ കുറെ പഠിക്കുന്നത്. സമൂഹത്തിന്റെ ക്രമം മാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ആള് ബേസിക്കലി ഒരു കർഷകനാണ്. ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അച്ഛൻ മഹേഷിനെ വളർത്തിയത്. അതെ, എനിക്ക് ഒരുപക്ഷെ മഹേഷ് ഈ ശൂന്യതയിലേക്ക് ലയിച്ചു പോകാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും ആ ഒരു വ്യക്തതയായിരുന്നു. അതെ, തീർച്ചയായിട്ടും അച്ഛന് കിട്ടിയത് അത് അവിടുന്ന് ഒരു എന്താ പറയാ, ആർക്കും വേണ്ടാത്തൊരു ഭൂമിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. തലയില് മണ്ണ് ചുമന്ന് കൊണ്ടുവന്ന് അതില് തെങ്ങ് വച്ചാണ് അച്ഛൻ അത്രയും ആക്കിയത്. ഒരു ആയുസാണ് അച്ഛൻ്റെ ഭൂമി. ഇപ്പോഴും ഞങ്ങളുടെ ഭൂമി അതാണ്. ഒരു ആയുസ്, അച്ഛൻ്റെ ഒരു ആയുസ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിനു വേണ്ടി കഷ്ടപ്പെട്ടു. ഞങ്ങളെ നോക്കണ പോലെയാണ് അച്ഛൻ തെങ്ങുകളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പ്രായമാണ് അവിടെയുള്ള ഓരോ തെങ്ങിനും. ഒരിടയ്ക്ക് അച്ഛൻ വിചാരിച്ചു ഈ തെങ്ങൊന്നും കഴിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ വിചാരിച്ചോ? അതെയോ അച്ഛൻ അറിയായിരുന്നു മഹേഷ് ഈ ഒരു യാതനയിൽ നിന്ന് പുറത്തേക്ക് വരും, വേറൊരു വ്യക്തിയായിട്ട് ഉരുത്തിരിയുമെന്ന്? വേണമെങ്കിൽ മഹേഷ് വേണമെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരാം സാർ. അത് അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു പുതുവാൾ മാഷുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ, രാഘവ് പുതുവാൾ എന്ന് പറയും. അദ്ദേഹം ആണെങ്കിൽ വായനയുടെ ഒരു ഇതാണ് ശരിക്കും പറയാൻ വെച്ചാൽ. വായനശാല തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലാണ്. ഇപ്പോഴും ഉണ്ട് ഒരു വായനശാല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പുസ്തകങ്ങൾ എന്നുള്ള ആ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളുണ്ട് അജിത് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അജിത് ചേച്ചിയുടെ ഒരു കൂട്ടുകാരി, എൻ്റെ ഒരു ബന്ധുവാണ് ശ്രീദേവി ചേച്ചി. അവരാണ് എനിക്ക് ആദ്യമായിട്ട് അജിത് ചേച്ചിയുടെ ഒരു പുസ്തകം, ശ്രീ രാധാകൃഷ്ണന്റെ ഒരു പുസ്തകം എനിക്ക് കൊണ്ടുവന്നത്, ഈ എല്ലാം വായിക്കുന്ന കടകൾ. അതാണ് ഞാൻ വായിച്ചു തുടങ്ങുന്ന ആദ്യത്തെ പുസ്തകം. ഇപ്പോഴത്തെ യൂത്തിന്റെ കുഴപ്പമാണ്, വായന കുറവാണ്. ഇന്നത്തെ കുഴപ്പം സീരിയലുകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കുള്ളത്. അപ്പൊ അന്നത്തെ കാലത്തുള്ള നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗ്രാമത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും അന്ന് ആ ഇതിലുണ്ട്, ആ പുസ്തകത്തിലുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത് വളരെ ഇഷ്ടമായിട്ട് തോന്നി. പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും, നോവൽ നവക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു പിന്നീട് അങ്ങനെ അറിയപ്പെട്ട കുറെ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ അതായത് പുഴ മുതൽ പുഴ വരെ, പിന്നെ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, മുൻപേ പറക്കുന്ന പക്ഷികള്, അങ്ങനെ കുറെ പുസ്തകങ്ങൾ. അത് ഒരു ഇതായിട്ട് ഞാൻ എന്നെ വായിച്ചു പോയപ്പോഴാണ് വായന എന്നുള്ളത് നമുക്ക് കുറെ ഒരു എവിടെ ഇപ്പം മഹേഷിന് ജീവിതം ബാക്കി ഉണ്ടെന്നും പലതും ചെയ്യാനുണ്ടെന്നും എവിടെ വെച്ചിട്ടാണ് മഹേഷിനെ ബോധ്യപ്പെട്ടത്? ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണോ? അല്ലല്ല, പിന്നീട് പുസ്തകങ്ങളുടെ രോഗമായിരുന്നു. എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ MT തൊട്ട് പമ്മൻ വരെ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ അവരൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് വലയം പോലെയായിരുന്നു നമുക്ക്. ഓരോ കഥകൾ വായിക്കുമ്പോഴും ഞാൻ ചിലപ്പോ ഇപ്പൊ സാർ, ഞാൻ യയാതി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, VS ഖണ്ഡേക്കറുടെ ഒരു പുസ്തകമുണ്ട്, ഒരു മലയാള തർജ്ജമ ഞാൻ വായിക്കേണ്ടതുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഞാനത് വായിക്കുമ്പോൾ എനിക്ക് ആ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അന്ന് യയാതിയായിട്ട് ഞാൻ മോഹൻലാലിനെ കാണാറുണ്ട് വായിക്കുമ്പോൾ. അതേപോലെ ദേവയാനിയായിട്ട് അന്നത്തെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളായിരുന്നു നമ്മുടെ ഊർവശി. അവർക്ക് അത് ശരിക്കും അപ്പൊ ഞാൻ അങ്ങനെ ശരിക്കും വിഷ്വലൈസ് ചെയ്യാ. അതാണ് എന്റെ ഒരു കലാകാരൻ മഹേഷിലുണ്ട്. അതെ, ശർമ്മിഷ്ഠയായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ അന്നത്തെ മോനിഷ. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ തന്നെ ഞാൻ അങ്ങനെ ഒരു വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. എന്റെ വായനയിലൂടെ ഞാൻ ആ വായനകളെ കുറച്ചുകൂടി സമ്പുഷ്ടായി. അപ്പൊ ഞാൻ കൂടുതൽ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ വര വേണ്ടെന്ന് വെച്ചത്. അതായത് കലയുടെ അവസാനം അതാണ്. കാരണം ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം അതിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് വരയ്ക്കാൻ വെച്ചാൽ ആദ്യം വരയ്ക്കുന്നത് നമ്മള് മാറ്റ് എന്ന് പറയും, പുൽപ്പായ. അതില് നമ്മള് ഇനാമിൽ പെയിന്റ് വെച്ചിട്ടാണ് വരയ്ക്കാറ്. ഇനാമിൽ പെയിന്റിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മണ്ണെണ്ണയാണ് അതിൽ മിക്സ് ചെയ്യുക. മണ്ണെണ്ണ മിക്സ് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത വെച്ചാൽ എൻ്റെ സ്കിന്നുകൾ കുറേശ്ശെ ഇങ്ങനെ ഇതാവാൻ തുടങ്ങി. അതായത് മാന്തി പൊട്ടി കൈയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു രംഗത്ത് വരുമ്പോഴും അതിനും തടസ്സോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മള് അങ്ങനെ ഒരു സങ്കടമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ സങ്കടമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ വന്ന് അതും അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് വാങ്ങി നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളത് നമുക്ക് അതൊന്നും അന്ന് പറ്റുന്ന സാഹചര്യമായിരുന്നു. കൂടി സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ചിരിച്ചു കളിച്ച് നടന്നു. പിന്നീട് താങ്കൾ അസുഖബാധിതനായി. പലപ്പോഴും താങ്കളെ കാണാതെ ഞങ്ങൾ മാറി നടന്നു. പിന്നീട് താങ്കൾക്ക് ചിറക് നൽകുന്നതിനായി ഞങ്ങൾ ഒരുമിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി താങ്കൾ വളർന്നു. ഇന്ന് താങ്കൾ ഒരു ചിത്രകാരനാണ്, കമ്പ്യൂട്ടർ അധ്യാപകനാണ്, ഡിസൈനറാണ്, അനേകർക്ക് വഴികാട്ടിയാണ്, പ്രചോദകനാണ്. എന്താണ് ഈ മാറ്റത്തിന് കാരണം?
മഹേഷിന്റെ സുഹൃത്താണ്. അതെ അതെ. ഇവരൊക്കെ ഒരുപാട് കാലം മഹേഷ് തളർന്നു കിടന്നപ്പോൾ ആ വഴിക്ക് വന്നില്ല. അല്ല, ഒരുപാട് സുഹൃത്തുക്കൾ മാറി നിന്നു. അതെ തീർച്ചയായിട്ടും. അതിനവർ പറയുന്ന ഒരു കാരണമുണ്ട്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാനുള്ള കഴിവ് ശക്തി എനിക്കില്ല. പക്ഷെ ഞാൻ സർ അന്നത്തെ കാലത്ത് എൻ്റെ ഒരു വീടിന്റെ ഒരു ജനവാതിലുണ്ട്, എന്റെ ജാലകം. ആ ജാലകത്തിലൂടെയാണ് ഞാൻ നോക്കി ഇങ്ങനെ ഇരിക്കും, വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നത്. ഇവർ ഓരോരുത്തരെയും കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ണു നട്ടിരിക്കുകയാണ്. കണ്ണു നട്ടിരിക്കുകയാണ് ഇവർ പോകുന്നത്. പക്ഷെ പലരും മുഖം തിരിച്ചു പോവാറുണ്ട് സാധാരണഗതിയിൽ. പഴയ അധ്യായങ്ങള് അയവിറക്കാൻ വേണ്ടിയിട്ട്, പഴയ മുഖങ്ങളെ മനസ്സിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയിട്ട് ആ വാതായനത്തിലൂടെ പുറത്തേക്ക് ഒരുപാട് നോക്കി നിന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷെ ഇവരൊന്നും പിടിയുന്നില്ല. ഇല്ല, ഇവരാരും വരാറില്ല നമ്മുടെ അടുത്തന്ന്. അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവർക്കൊക്കെ കൂടെ കളിക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ, അല്ലെങ്കിൽ ഓടാൻ പറ്റാത്ത, നടക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പിള്ളേർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതെ അതെ അതെ. അല്ല, അന്നും നമ്മുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അതാണ് അതിന്റെ രഹസ്യം. അന്നും നമ്മുടെ കൂടെ ചെറിയ കുട്ടികൾ. എനിക്ക് ഒരുപാട് അവശതയുണ്ട്, അല്ലെങ്കിൽ ശാരീരിക വൈകല്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഫാമിലിക്ക് ഞാൻ ഒരു ഭാരമാകാൻ പാടില്ല എന്ന് മഹേഷ് എവിടെ ഏത് പോയിന്റിലാണ് തീരുമാനിച്ചത്? അല്ല, അന്ന് തൊട്ടേ തന്നെ ഒരു 20 വയസ്സ് തൊട്ടേ ഞാൻ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ട്യൂഷൻ എടുക്കുക എന്നിട്ട്, അതായത് നഴ്സറി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക. അന്ന് ഒരു 15 രൂപ കിട്ടും എനിക്കൊരു കുട്ടിക്ക് ഒരു മാസം. എനിക്ക് ഗുളികയോ. എത്ര കുട്ടികളുണ്ടായിരുന്നു അന്ന്? ഏകദേശം ഒരു 10-20 കുട്ടികളൊക്കെ നല്ല വരുമാനം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അന്നത്തെ കാലത്ത് കുഴപ്പമൊന്നുമില്ല. വരയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വരയ്ക്കും. വൈകുന്നേരം വീണ്ടും ട്യൂഷൻ എടുക്കും അവർക്ക്. അങ്ങനെ അവർ 1ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ 1ാം ക്ലാസ്സിൽ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ 10 വരെ ഞാൻ എടുത്തു പോയി. അവർ 2-3 ആകുമ്പോൾ അങ്ങനെ കൂടി അതെ, കൂടി നമ്മൾ അറിവ് കൂടുകയാണ്. നമ്മൾ പഠിക്കുകയാണല്ലോ സാർ. നമ്മളിപ്പോ ഞാൻ തലേ ദിവസം പ്രിപ്പയർ ചെയ്യും, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ അത് അതിനനുസരിച്ച് നമ്മൾ പിറ്റേ ദിവസം അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് ചില കഥകളും അപ്പൊ നമ്മൾ വായിച്ചതിൽ നിന്ന് കിട്ടിക്കണ കുറെ അറിവുകളൊക്കെ അതുകൂടി ചേർക്കും, സന്നിവേശിപ്പിച്ച് അതിനെ കുറച്ചുകൂടി രസപ്രദമാക്കും. അതെ അതെ. അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റും. അപ്പൊ നല്ലൊരു അധ്യാപകനായിരുന്നു. തീർച്ചയായിട്ടും കുട്ടികൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. അങ്ങനെ താങ്കള് കുടുംബത്തിന്റെ ഒരു ഭാരവും കൂടി താങ്കളുടെ ചുമലിലേക്ക് തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റി. വരട്ടെ ഒരാൾ മഹേഷേട്ടനോട് ചോദിക്കാൻ എനിക്കൊരു കാര്യമുള്ളൂ. ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു ചെറിയൊരു നാരോ വിൻഡോ, അതിലൂടെയായിരുന്നു ഞാൻ ലോകം നോക്കിക്കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ചേട്ടൻ്റെ ആ വാതായനങ്ങൾ സത്യം പറഞ്ഞാൽ വളരെ ബൃഹത്തായിരിക്കുന്നു. ചേട്ടൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, കേരളം മുഴുവൻ സഞ്ചരിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് കടന്നു ചേട്ടൻ്റെ ലൈഫ്. ഇന്നിപ്പോൾ ചേട്ടൻ പണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക, അജു ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്. ഇന്ന് ഈ ഡയലോഗ് ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു വിൻഡോയാണ് താങ്കളുടെ ദൂരക്കാഴ്ച നൽകിയത്. പിന്നീട് ഒരു കമ്പ്യൂട്ടറിന്റെ വിൻഡോ ആണ് താങ്കളെ. അല്ല സാർ, അതിനെ പറ്റി പറയുമ്പോൾ കുറെ പറയാണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്റെ ആ ഒരു വിൻഡോയിലൂടെയാണ് ഞാൻ കാണുന്നത്. നാട്ടിൻ പുറത്തുകാർ മാത്രമേ എനിക്ക് കാണാൻ പറ്റില്ല. അതിലൂടെ പോണത് ഞാൻ മഴ കാണുന്നത് അതിലൂടെയാണ്, വെയിലിന്റെ ചൂട് അനുഭവിക്കുന്നത് അതിലൂടെയാണ്. അങ്ങനെ എല്ലാം ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്ത് സിജോയ് എന്നാണ്, ബാംഗ്ലൂരിൽ വന്നാണ്. അവൻ ബാംഗ്ലൂർ തന്നെയല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മാറ്റം കിട്ടുന്നതിനനുസരിച്ച് അച്ഛന് മാറ്റം കിട്ടുന്നതിനനുസരിച്ച് ഇവനും മാറ്റാണ്. അപ്പൊ ഇവനറിയാത്ത ലാംഗ്വേജുകളില്ല, പോവാത്ത രാജ്യങ്ങളില്ല, എല്ലാം വളരെ ഇതാണ്. പിന്നെ ആളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബോൾഡാണ്. ഞാനെന്നാ ഒട്ടുമല്ല. എനിക്കൊരാളോട് പോലും സംസാരിക്കണം അന്നത്തെ കാലത്ത് സാറിന്റെ അടുത്ത് വന്നാൽ എനിക്ക് ഒന്നും പറയാൻ പോലും പറ്റില്ല. അത്രയും ഭയങ്കര കോംപ്ലക്സ് ആണ്. അതെ തീർച്ചയായിട്ടും. 16 വയസ്സിന് ശേഷം ഒരു അസുഖം വരുമ്പോ അവിടെയാണ് പ്രശ്നം. ഉണ്ടായിരുന്നില്ല. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അതിനൊരു പ്രശ്നമില്ല. നമുക്ക് എവിടെ പോകാനൊരു പ്രശ്നം, നമുക്ക് നാണം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. സിജോയെ കുറിച്ചാണ് അവനെ നമുക്ക് കൊണ്ടുവരേണ്ട സമയമായി. എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. വരട്ടെ. ഹേ ചേട്ടാ, സുഖല്ലേ? ഇവിടെ എല്ലാം അടിപൊളിയാണ്. എല്ലാ ആഴ്ചയും ഉണ്ട് ചെസ്സും ക്രിക്കറ്റും ഒക്കെ. പക്ഷെ ചേട്ടനി നമ്മുടെ ഗാങ്ങിന് തോൽപ്പിന് സുഖമില്ലേ? അത് എവിടെ പോയാലും കിട്ടാറില്ല. I'm just kidding. Anyway, എനിക്ക് ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ you always stay calm, you always pleasing, no matter what. And that's very rare. In fact, I've hardly seen in any. So, big hats off for you. And ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, if you have to grade yourself in whatever you have done till now, or whatever you have achieved till now, how much would it be? I'm just curious. Anyway, we don't have to compete with anyone but ourselves. So, that's it. And yeah, we all are very proud of you and whatever you're doing. Keep up the good work.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ അന്നത്തെ കാലത്ത് ഇദ്ദേഹം നമ്മുടെ അടുത്ത് ചെസ് കളിക്കാൻ വരുന്നതാണ്. അപ്പൊ 8ാം ക്ലാസ് തൊട്ട് നമുക്ക് അറിയാം. അപ്പൊ ഞാൻ ആളെക്കാൾ ഒരു 5 വയസ്സിന് മൂത്തതാണ്. അപ്പൊ ഫസ്റ്റ് തവണ വന്നു കഴിഞ്ഞപ്പോ ഞാനാണ് ചെസ്സിൽ ജയിച്ചതൊക്കെ. അപ്പൊ അന്ന് വന്നു കഴിഞ്ഞപ്പോ ഒരു 40 കളിയൊക്കെ കളിക്കും ഞങ്ങള്. ചിലപ്പോ അത് മൊത്തം ടോട്ടൽ വന്ന് കണക്ക് അയൽവക്കത്തെ വീട്ടിലാണോ? അല്ല, കുറച്ച് നീങ്ങിയിട്ടാണ്. അന്നത്തെ കാലത്ത് ആൾക്ക് ഇവിടെ വരുമ്പോ ചെസ് മേറ്റ് ഇല്ല കളിക്കാൻ, ആൾക്ക് നേരം പോവാനായിട്ടൊരു ഇതില്ല. ചെസ്സാണ് ആളുടെ ഒരു പാഷനാണ്. അപ്പൊ എനിക്കും ചെസ് ഇഷ്ടമാണ്. അപ്പൊ ചെസ് കളിക്കാൻ വേണ്ടിയാണ്. അപ്പൊ 8ാം ക്ലാസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മള് ആളെ തോൽപ്പിക്കാറുണ്ട്. പക്ഷെ പിന്നെ അടുത്ത വർഷം വന്നപ്പോ ആള് നമ്മുടെ ഒപ്പമായി. പിന്നീടുള്ള ഒരു വർഷങ്ങളിൽ ആളെ പിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അത്രയും ആള് വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ബോൾഡാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ വന്നിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ആളായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ ആളോട് സംസാരിക്കുന്നത്. അപ്പൊ ആളോട് സംസാരിച്ചപ്പോഴാണ് ആള് പറഞ്ഞു, മാഷേട്ടാ ഇതൊന്നും ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞത് പോസിബിലിറ്റീസ് ആയിരിക്കാം. അതിനുവേണ്ടി മാഷേട്ട എന്തിനു കാത്തിരിക്കണം? മഹേഷേന്റെ കയ്യില് കുറെ സ്കില്ലുകളുണ്ട്. വരയ്ക്കാനുള്ള കഴിവുണ്ട്, വായിച്ച് കുഴപ്പമില്ലാത്ത അറിവുണ്ട്. പിന്നെ എന്തിനു മാഷേട്ട് ഇങ്ങനെ ഒരു ദിക്കിൽ ഒതുങ്ങി കൂടണം? നമുക്ക് പുറത്തേക്ക് പോകണം, പഠിക്കണം. മാഷേട്ട് കമ്പ്യൂട്ടർ പഠിക്കുക. 97-ലാണ് എന്നോട് പറയുന്നത്, മാഷേട്ട് കമ്പ്യൂട്ടർ പഠിക്കുക. കമ്പ്യൂട്ടർ ആണ് അടുത്ത ലോകം. അടുത്ത ലോകത്തിൽ കമ്പ്യൂട്ടർ ഇല്ലാണ്ട് ഒരു ഒറ്റ കാര്യം ഉണ്ടാവില്ല. അപ്പോ കമ്പ്യൂട്ടർ പഠിച്ചാൽ മതി മാഷേട്ടൻ. കമ്പ്യൂട്ടർ പഠിച്ചാൽ കമ്പ്യൂട്ടറിന്റെ ലോകമാണ് ഇനി അടുത്തത്. ഡിസൈനിങ് പോലും അതിലേക്ക് വരുന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോ ഞാൻ അതിനെ കുറിച്ച് ഒരാളോട് ചോദിച്ചപ്പോ ഒരാളായിട്ട് ഞാൻ അതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇവൻ പറഞ്ഞ കാര്യം വേറൊരാളോട് ഡിസ്കസ് ചെയ്തപ്പോ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിന് ഇപ്പൊ ഒരു വില, എത്ര വിലയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടറിന് ഒരു 1 ലക്ഷം രൂപ, അന്ന് 1.25 ലക്ഷം രൂപ വിലയുണ്ട്. നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതൊരെണ്ണം വാങ്ങിക്കാൻ പറ്റുമോ? അടുത്ത ചോദ്യം ചോദിച്ചപ്പോ ശരിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഏതെങ്കിലും ഒരു ഓഫീസ്, ഇപ്പോ ഇവിടെയുള്ള ഏതെങ്കിലും ഓഫീസ്, ഔട്ടത്തൂര് ഞങ്ങളുടെ ചെറിയൊരു ഗ്രാമമാണ്. അപ്പൊ ആ ഗ്രാമത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന്റെ ഓഫീസ് വരുമോ? കമ്പ്യൂട്ടറുള്ള ഒരു സ്ഥലം വരുമോ? അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇല്ല. 1.25 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു കമ്പ്യൂട്ടർ വരാൻ വഴിയില്ല. ഞാൻ പറഞ്ഞില്ല, അത് വരാൻ വഴിയില്ല. പിന്നെ നീ ഇത് പഠിച്ചിട്ടുണ്ടായിട്ട് ഇപ്പൊ നീ ഇത് പഠിക്കാൻ പോകണമെങ്കിൽ എത്ര ആവശ്യം? അന്നത്തെ കാലത്ത് 7000 രൂപ കൊടുക്കണം കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട്. അപ്പൊ ഞാൻ 7000 രൂപ കൊടുക്കും. നീ അത് വെറുതെ വീട്ടുകാരെ പൈസ കൊണ്ട് കളയാ, നീ അത് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും ഇവനെ കണ്ടിട്ട് ഇവനോട് ഈ വിവരം പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് ഒരാളുടെ. അവനൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്ക് മാഷെന്ന് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ലോകത്ത് കമ്പ്യൂട്ടറിന്റെ വില കുറയും. പണ്ട് റേഡിയോക്ക് എത്ര വിലയായിരുന്നു, ഇന്നത്തെ റേഡിയോയുടെ വില എന്ത്? അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ വിലയൊക്കെ കുറയും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിലവാരം കൂടും അതിനൊപ്പം തന്നെ. അത് നാളെ മേലാക്ക മാഷേന് 1 അല്ല 3 4 കമ്പ്യൂട്ടറുകൾ വാങ്ങിക്കാൻ പറ്റും. ഒരു ഫേം ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രവാചകനാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ആള് ഒരു കമ്പനിയിലാണ്, USA-ലാണ്, വാഷിംഗ്ടൺ DC. അവിടെയാണ് വർക്ക് ചെയ്യണത്. അവിടെ സെറ്റിൽഡ് ആണ്. നാട്ടിൽ കുടുംബമൊക്കെ ആയി. ഒരു മോളുണ്ട്. പക്ഷെ പറന്നു നടക്കുന്ന ആളാണ്. അതെ, തീർച്ചയായിട്ടും. ആളുടെ ഒരു പ്രത്യേകത, ആളിപ്പോ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഇപ്പൊ ക്രിക്കറ്റാണ് ആളുടെ പാഷൻ, ക്രിക്കറ്റും ചെസ്സും ഒക്കെയാണ് ആളുടെ പാഷൻ. അപ്പൊ ആള് പറയുന്ന ഡയലോഗ് ഉണ്ട്. അതായത് മുമ്പേ തന്നെ അടിച്ച് സ്കോർ ചെയ്ത് ജയിക്കണേല് ത്രില്ലില്ല. അവസാനത്തെ ബോളിൽ 6 അടിച്ച് ജയിക്കുന്നത്, ലാസ്റ്റ് ബോളിന് വേണ്ടി കാത്തു നിൽക്കുക. അതാണ് മൂപ്പറുടെ ടാഗ് ലൈൻ. അതെ. അപ്പം സുജോയ് ചോദിച്ചൊരു ചോദ്യമുണ്ട് മഹേഷോട്, ഇനി എന്തൊക്കെയാന്നുള്ള കുറിച്ചുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ അദ്ദേഹം ചോദിച്ചൊരു കാര്യം, ഞാൻ എങ്ങനെ എന്നെ ഗ്രേഡ് ചെയ്യണു. ഞാനിപ്പോ നോക്കുമ്പോ ഞാനൊരു ഒരു പീക്കിന്റെ പകുതി അടത്തിയിട്ടുണ്ട് സാർ. പകുതി എത്തിയിട്ടുള്ളൂ. ഇനിയും കയറാനുണ്ട്. ഇനി ബാക്കി പകുതി കിടക്കാണ്. അതാണ് മഹേഷ്, ആ ഒരു നിശ്ചയദാർഢ്യമാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഈ സുജോയിയാണ് നിങ്ങളെ അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനത്തിന്റെ പുറകിൽ ഇരുത്തി, അല്ലെ? ഈ വിദ്വാനാണ് നിങ്ങളെ കറക്കിയത്. അതെ, തീർച്ചയായിട്ടും. അവിടുന്നാണ് പിന്നെ ജീവിതത്തിന്റെ മറ്റൊരു മാറ്റം. അതൊരു പറക്കലായിരുന്നു. കമ്പ്യൂട്ടർ എങ്ങനെ പഠിക്കാൻ പോയി? കമ്പ്യൂട്ടർ പഠിക്കാൻ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ പോയി പഠിക്കാൻ ഇരിഞ്ഞാലക്കുട വരെ പോകണം. അന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷയിൽ വേണം പോവാനായിട്ട്. ഒരു ഓട്ടോറിക്ഷയിൽ പോയി വരാന്ന് വെച്ചാൽ അന്നത്തെ കാശ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമുക്ക് അതിന് എങ്ങനെ ചെയ്യാം? അപ്പൊ ട്യൂഷൻ കിട്ടുന്ന പൈസ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഫീസൊക്കെ
പിള്ളേരെ കളക്ട് ചെയ്ത് നമ്മൾ അതിന് തയ്യാറായി. ഫീസ് കുറച്ച് കൂട്ടിയാ? ഇല്ല, അങ്ങനെ കൂട്ടിയൊന്നുമില്ല സാർ. അല്ല, അവര് നമ്മളെ ഇന്ന ഉദ്ദേശത്തിനാണ് എന്ന് പറഞ്ഞപ്പോ അവര് തന്നെ കുറച്ച് കൂട്ടി. അല്ല, അവര് മുൻകൂട്ടി തരാനും നമുക്ക്. പിന്നെ പോലെ നമ്മളിപ്പോ തേങ്ങ വിറ്റ് കൊടുക്കണം, അയാളുടെ നിന്ന് കുറച്ച് പൈസ കൂടുതൽ വാങ്ങിച്ച്, അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കാൻ പോയി. അപ്പൊ അവിടെയാണ് ഒരു എൻ്റെ ഈ അംബുജാഷമേനൻ എന്ന് പറഞ്ഞ ആളുടെ, അദ്ദേഹം ജ്യേഷ്ഠനായിട്ട് വരും, അമ്മായിയുടെ മകനാണ്, അദ്ദേഹമാണ് നമുക്ക് അതിനൊരു വഴിയൊരുക്കിയത്. അപ്പൊ അദ്ദേഹത്തിന് മകനുണ്ട്, നീരജ് എന്നാണ് പേര്, ഞങ്ങള് ഹരിക്കുട്ടെന്ന് വിളിക്കുക. അപ്പൊ അവനെ ഞാൻ കുറെ എടുത്തോണ്ട് നടന്നുണ്ട്. അപ്പൊ അവനാണ് പിന്നെ എന്നെ എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വെക്കുന്നത്. അപ്പൊ വണ്ടിയിൽ നിന്ന് എടുത്ത് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വെക്കും. അതെ. അപ്പൊ അവൻ പറയും, മാഷേട്ട എന്നെ കുറെ എടുത്തോണ്ട് നടന്നില്ലേ, ഞാൻ എടുത്തോണ്ട് എടുക്കാം ഇനി എന്ന് പറയും. അപ്പൊ അങ്ങനെ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവിടെ താമസിക്കും ഞാനൊരു 3 ദിവസം. ശനിയാഴ്ച പോകും, അവിടുന്ന് തിങ്കളാഴ്ച ഞാൻ തിരിച്ചു പോരും. അപ്പൊ അങ്ങനെ ഒരു 3 ദിവസത്തെ പഠനമാണ് ഉണ്ടായിരുന്നത്. നൈസ് കമ്പ്യൂട്ടേഴ്സ് വന്നിട്ടൊരു. അങ്ങനെ താങ്കളത് കമ്പ്യൂട്ടറിന്റെ ബാലപാഠം പഠിച്ചു? ബാലപാഠം എന്ന് മാത്രമേ അവിടുന്ന് പഠിച്ചത് പറയാൻ പറ്റുള്ളൂ. കാരണം വേറെ ഒന്നും നമുക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റിയില്ല. കാരണം കുറെ നാൾ അത് നീണ്ടു കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിന്റെ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് MS ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ. അതാണ് നമ്മൾ പഠിക്കാൻ പോയ കോഴ്സും. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അവിടുന്ന് പോന്നു. അപ്പൊ അതിന്റെ പിന്നാലെ സിജോയ് വീട്ടില് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. നമുക്ക് അവിടെ ഒരു കമ്പ്യൂട്ടർ സെന്റർ പോലെ തുടങ്ങാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട് സാറിന്റെ പടത്തിലുള്ള പോലെ ദാസന് വിജയനും പോലെ ഞങ്ങള് മനക്കോട്ട കെട്ടാൻ തുടങ്ങി. ആരൊക്കെ? ഞാനും സിജോയും. അപ്പൊ സിജോയ് വേറെ ബാംഗ്ലൂർ ആയിരുന്നില്ലേ? അതെ, തിരിച്ച് നാട്ടിൽ വന്നു. അദ്ദേഹം അന്ന് GNIT എന്നുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, NITയുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അദ്ദേഹം നാട്ടിൽ വന്ന്, ആള് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, GNIT കഴിഞ്ഞു, നാട്ടിൽ വന്ന് അദ്ദേഹം ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടി. അപ്പൊ അവിടെ ഞങ്ങൾ രണ്ടുപേരുമാണ് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നത്. വീണ്ടും? അതെ, തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിന്റെ അധ്യാപകൻ. അപ്പൊ അതിന്റെ ബേസ് ഒക്കെ അദ്ദേഹം പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് പുസ്തകം തരും, നമുക്ക് പുസ്തകം തരും. അപ്പൊ NITയുടെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പിക്ചറൈസ്ഡ് ആണ്. ഓരോ വിൻഡോയും പിക്ചറൈസ്ഡ് ആണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ആണ് അവരുടെ ടെക്സ്റ്റ്. ലാംഗ്വേജ് മാത്രമേ ഇത്തിരി പ്രോബ്ലം ഉള്ളൂ. കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് അവിടുന്ന് നമ്മൾ നേരെ കമ്പ്യൂട്ടർ പഠിക്കാനും അതിന്റെ കൂടെ പഠിപ്പിക്കാനും തുടങ്ങി. അപ്പൊ സിജോയ് ഒരു വലിയൊരു മാർഗദീപമായിരുന്നു മഹേഷ്. തീർച്ചയായിട്ടും. സിജോയ് അല്ലെങ്കിൽ സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ മഹേഷ് ഇങ്ങനെ ഇരിക്കില്ല. ഇല്ല, തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് സാറേ, അവിട്ടത്തൂര് ജനിക്കാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. എന്റെ ഗ്രാമത്തില് ഇത്രയും നല്ല ആൾക്കാരുള്ള ആ ഗ്രാമത്തിന്റെ നൈർമല്യമാണ് മഹേഷിന്റെ വളർച്ചയുടെ കാരണം. തീർച്ചയായിട്ടും. ഒരു സുഹൃത്തിനെ കൊണ്ടുവരാം, വരട്ടെ. മഹേഷ് എന്ന് പറയുമ്പോൾ വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 9ാം ക്ലാസ് വരെയൊക്കെ എണീറ്റ് ശരിക്കും നമ്മളെ പോലെ തന്നെ നടന്നിരുന്നതൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ അദ്ദേഹം ഉണ്ടാവാറുണ്ട്. കുറച്ച് നാൾ അദ്ദേഹം അതിൽ നിന്ന് പിന്നെ മാറി വയ്യാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ആളൊരു റൂമില് ശരിക്കും പറഞ്ഞ ഒരു വിൻഡോ, ഒരു ജാലകം മാത്രമായിരുന്നു ശരിക്കും ആൾക്ക് പുറം കാണാനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജാലകം മാത്രമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആള് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കുറെ പേരുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഭാഗമായിട്ടൊരു സർജറി ഉണ്ടായിരുന്നു. അതൊന്നും ശരിക്കും സക്സസ് ആയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഉയരത്തിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ മഹേഷിനോട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പണ്ട് മഹേഷ് പറയാറുണ്ട് ആളൊരു മലർന്നു കിടക്കുന്ന ഒരു വണ്ട് മാത്രമാണ്. അപ്പൊ അതിനെ കമത്തിയിടാനായിട്ട് കുറെ പേര് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട് മഹേഷ്. അപ്പൊ അന്ന് ആ ശ്രമിച്ചവരോട് മഹേഷിന് എന്താണ് ഇപ്പൊ പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ് മഹേഷിനോട് ചോദിക്കാനുള്ളത്. പിന്നെ എനിക്ക് മഹേഷിനോട് ചോദിക്കാനുള്ളത്, മഹേഷിന്റെ മനസ്സിൽ ഒരു വലിയൊരു ആഗ്രഹം ഇപ്പൊ കുറെ നാളുകളായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നല്ലൊരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. അത് ഇത് കാണുന്ന ആളുകളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ നന്നായിരിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ്. കുറെ കാലം മഹേഷ് മറന്നു കിടന്നു അല്ലെ? തീർച്ചയായിട്ടും. മഹേഷ് എന്നുള്ള വണ്ട്. തീർച്ചയായിട്ടും. വണ്ട് എന്ന് പറഞ്ഞത് കമഴാൻ വേണ്ടി കുറെ പ്രയത്നിക്കും. അപ്പൊ നമ്മളൊക്കെ ആ സൈഡിൽ കൂടെ ഒക്കെ പോകും, അത് പറന്നു നോക്കോളും. അങ്ങനെയായിരുന്നു മഹേഷ് കുറെ കാലം. തീർച്ചയായിട്ടും. അപ്പൊ സിജോയും ഇവരും ഒക്കെ മനോജെല്ലാം വന്നൊരു തട്ടി ആ തട്ടിൽ നേരെ തിരിഞ്ഞു പിന്നെ പറന്നു. നമ്മൾ ശ്രമിച്ചു, നടന്നു. കമ്പ്യൂട്ടറിലൂടെ ലോകത്തെ കണ്ടു തുടങ്ങി. തീർച്ചയായിട്ടും. വലിയൊരു ലോകം. അതാണ് പറഞ്ഞത് സാർ. ഇപ്പൊ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ വേറൊരു മോഹമാണ്, അതിപ്പോ അതിമോഹമായിട്ട് പോകും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു 4 വർഷം മുമ്പ് ഞാൻ പറയാണ്, എനിക്ക് ബ്രിട്ടാസാറിന്റെ JB ജംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ പരിഹസിക്കും.
ഷുവർ അല്ലേ സാർ? ഒരു 4 വർഷം മുമ്പ് ആയിരിക്കാം ഞാൻ പറയാം. ചിലപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൂടായില്ല. നിന്റെ അതിമോഹമാണെന്ന്. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പേര് കൊടുത്തത് നമ്മുടെ ബിൽ ഗേറ്റ്സ് സാറാണ്. അദ്ദേഹമാണ് വിൻഡോസ് ജാലകം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത്. ആ ജാലകത്തെ, ആ വിൻഡോസിനെ ആ പേരിനെ അന്വർത്ഥാക്കിയ ആൾ ഞാനാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിൻഡോ ആയി ലോകത്തിന്റെ ജാലകം എനിക്ക് അവിടെ തുറന്നത് അതാണ്. 2 വിൻഡോ ആണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, എന്റെ പല ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും 2 വിൻഡോ ആണ് എന്റെ ജീവിതത്തിൽ. ഒന്ന് നമ്മുടെ കുടിലിന്റെ വിൻഡോ, മറ്റൊന്നും മൈക്രോസോഫ്റ്റ്. എന്തുകൊണ്ട് ബിൽ ഗേറ്റ്സിന് ഒരു മെയിൽ അയച്ചൂടാ? അല്ല സാർ, നമ്മളൊക്കെ അയച്ചാൽ അത് കിട്ടുമെന്നുള്ള അറിയില്ലല്ലോ. മഹേഷ്, ഈ പറഞ്ഞ പോലെ അസംഭവമാകുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. താങ്കൾ തന്നെ എനിക്ക് തോന്നുന്നു എവിടെയോ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റിൽ പറഞ്ഞ വാചകങ്ങൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആഗ്രഹം ജെനുവിൻ ആണെങ്കിൽ the whole world will, universe will conspire for it. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പം ആഗ്രഹം ശരിയാണെങ്കിൽ ഇതെല്ലാം ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പദ്ധതിയിൽ പങ്കെടുക്കും. തീർച്ചയായിട്ടും.